ബൊമ്മനഹള്ളിയായി. അപ്പൊ ശ്രീനിവാസയിലാണ് നമ്മുടെ പടം ഉള്ളത്, മടിവാളയില്. അപ്പൊ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അകത്തേക്കൊക്കെ കയറുമ്പോൾ കുറച്ച് ട്രാഫിക് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ കറക്റ്റ് സമയത്ത് എത്തുമെന്ന് അറിയില്ല. ഇപ്പൊ 4:15 അല്ല 4:15 ഷോ, 3:15. അതിന് മുമ്പ് ഫുഡ് കഴിക്കണം. കഴിച്ചിട്ടാണ് ഇനി നേരെ അങ്ങോട്ട് പോകാനായിട്ട്. മടിവാള എത്തിയിട്ടോ. ഇപ്പൊ ഒരു 10 മിനിറ്റ് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് എത്തി. നമുക്ക് ഫ്ലൈ ഓവർ ഉള്ളതാണ് ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ. നമുക്ക് അവിടെ നിന്ന് ഇലക്ട്രോണിക് സിറ്റിന്ന് ഫ്ലൈ ഓവർ കയറിയിട്ടുണ്ടെങ്കിൽ നേരെ മടിവാളയിൽ ഇങ്ങനെ വന്ന് എത്തും. ഇവിടെയാണ് കേട്ടോ മറ്റേ നന്ദി മന്തി റെസ്റ്റോറന്റ് ഒക്കെ, അത് ഭയങ്കര ഫേമസ് ആണ് ഇലക്ട്രോണിക് സിറ്റിയിൽ. പക്ഷെ നമ്മളിപ്പോ നേരെ പോകുന്നത് കൈരളി റെസ്റ്റോറന്റിലേക്കാണ്. മലയാളീസിന് വൺ ഓഫ് ദ ഫേവറേറ്റ് റെസ്റ്റോറന്റ് ആട്ടോ കൈരളി റെസ്റ്റോറന്റ്. പക്ഷെ ഇപ്പൊ 3:15 ആയതാണ് അവിടെ ഫുഡ് കിട്ടുമോന്ന് അറിയില്ല. അത് പോയിട്ട് അവിടെ പോയിട്ട് നല്ല ഊണൊക്കെ കഴിച്ചിട്ട് പോകാൻ പറ്റും, കിട്ടുവാണെങ്കിൽ. ഇപ്പൊ 3:15 അതുകൊണ്ട് അവിടെ നല്ല തിരക്കുള്ള റെസ്റ്റോറന്റ് ആട്ടോ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഊണ് കഴിഞ്ഞിട്ടുണ്ടാവും. ചെന്നിട്ട് നോക്കട്ടെ. അങ്ങനെ പ്രോപ്പർ മടിവാള എത്തിട്ടോ. മലയാളീസ് ഏറ്റവും കൂടുതൽ ബാംഗ്ലൂരുള്ള ഒരു സ്ഥലമാണ് കേട്ടോ മടിവാള. ഇവിടെ തന്നെയാണ് മറ്റേ ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്. ഇവിടുന്ന് കുറെ മലയാളീസ് ഒക്കെ നാട്ടിൽ പോകാനും വരാനൊക്കെ ഉള്ള നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് കൈരളി റെസ്റ്റോറന്റ്. ഇവിടെ ബാംഗ്ലൂർ താമസിക്കുന്നവർക്ക് എന്തായാലും അറിയാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ കൈരളിയിൽ എത്തിട്ടോ. അങ്ങനെ ഊണ് വന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നേരെ ശ്രീനിവാസ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ അവിടെ വണ്ടി ഇട്ടിട്ട് ഒരു ഓട്ടോ പിടിച്ച് പോവാന്ന്. ശ്രീനിവാസയുടെ ഫ്രണ്ടിലെ റോഡൊക്കെ ഭയങ്കര കൺജഷൻ ആണ്. അപ്പൊ അതന്നെ വണ്ടിയായിട്ട് പോയാൽ ഭയങ്കര പാടായിരിക്കും. കണ്ടു സുഹൃത്തുക്കളെ, വളരെ എക്കണോമിക്കൽ. ഞങ്ങളിത് കറക്റ്റ് 4:10 തിയേറ്ററിലെത്തിട്ടോ. ഏറ്റവും ഫ്രണ്ടിലാണ് സീറ്റ്. നല്ല ഹൗസ്ഫുള്ളാട്ടോ, അത് കാരണം സീറ്റ് കിട്ടിയില്ല. ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിലാണ്. കാണിച്ചു തരാട്ടോ. സ്ക്രീനിൻ്റെ അടുത്താണ് കേട്ടോ, ഇത്രയും അടുത്താണ്. എറണാകുളത്തെ സരിത സവിത സംഗീതയില സംഗീത പോലെ താരതമ്യേന വലിപ്പം കുറഞ്ഞൊരു തിയേറ്ററാണ്. ഏറ്റവും ഫ്രണ്ടിൽ ഞങ്ങൾ 6 പേരായിരുന്നു. പടം തുടങ്ങി കുറച്ചായപ്പോ കൂടെയുള്ളവർ ബാക്കിൽ ഒഴിഞ്ഞ സീറ്റിലേക്ക് പോയിരുന്നു. ഞങ്ങൾക്ക് 2 വേക്കന്റ് സീറ്റ് കാണിച്ചു തന്നു. പക്ഷെ അവരിരുന്ന സീറ്റിൽ പിന്നീട് ആള് വന്ന് അവർക്ക് തിരിച്ച് ഫ്രണ്ടിലേക്ക് വരേണ്ടി വന്നു. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ ഇരുന്ന സീറ്റിൽ വേറെ ആരും വന്നില്ല. അങ്ങനെ ഇന്റർവെല്ലിന് ഒരു ചായയൊക്കെ വാങ്ങി കുടിച്ച് സെക്കൻഡ് ഹാഫ് കണ്ടു. പടം ഒട്ടും ലാഗ് അടുപ്പിച്ചിട്ടില്ല. 6:30 ഒക്കെ ആയപ്പോഴത്തേക്കും പടം കഴിഞ്ഞ് തിരിച്ച് കൈരളിയിലേക്ക് ഓട്ടോ ബുക്ക് ചെയ്തു. വൈകിട്ടായതുകൊണ്ട് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബ്ലോക്ക് ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ബാംഗ്ലൂർ അല്ലേ. മടിവാള എത്തി അവിടുത്തെ ചായക്കടയിൽ നിന്ന് പഴംപൊരിയും ചായയും കുടിച്ച് വീട്ടിലോട്ട് പാഴ്സലും വാങ്ങി കാർ എടുക്കാൻ പോയി. കാർ എടുത്ത് സെന്റ് ജോൺസിന്റെ അവിടെ എത്തിയപ്പോ ചെറിയൊരു ബ്ലോക്ക് കിട്ടി. ഞങ്ങൾ പടമൊക്കെ കണ്ട് തിരിച്ചിറങ്ങി കേട്ടോ. അടിപൊളി പടമാണ്. ബേസിൽ ഒരു രക്ഷയില്ല, ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബേസിലിന്റെ ക്യാരക്ടറോട് നമുക്കൊരു എന്താ പറയുക, ഒരു ഇഷ്ടമൊക്കെ തോന്നും. ഭയങ്കര അടിപൊളിയായിട്ട് ബേസിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല പടം, നല്ല മെസ്സേജ് ഉള്ള, നല്ല അത്യാവശ്യം ഫൈറ്റ് ഉള്ള, എന്നാൽ അങ്ങനെ ഓവറായിട്ട് എക്സാജറേഷൻ ഒന്നും ഇല്ലാത്ത ഒരു അടിപൊളി പടം. ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്പാന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, സാധാരണ അമ്പാൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കോമഡി ഒക്കെ അല്ലേ ഇതുവരെ ചെയ്തു വന്നിരുന്നത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയുള്ള ഒരു തരുമ്പ് പോലും കോമഡി ഇല്ല. അമ്പാന്റെ ക്യാരക്ടറിൽ നല്ല സീരിയസ് ആയിട്ട് എടുത്ത് ചെയ്യുന്ന ഒരു വെയിറ്റേജ് ഉള്ള ഒരു ക്യാരക്ടർ ആട്ടോ. അതുപോലെ തന്നെ നല്ല മെസ്സേജ് തരുന്ന ഒരു കഥയാണ് കേട്ടോ. നല്ലൊരു സിനിമയാണ്. പാവപ്പെട്ട വീട്ടിൽ നിന്നൊക്കെ കെട്ടിച്ചുകൊണ്ട പിള്ളേരുടെയും അതുപോലെ തന്നെ അവിടെ കല്യാണത്തിന്റെ തലേദിവസമുള്ള ഓട്ടോ, പിന്നെ സ്വർണ്ണത്തിന് നമ്മുടെ കല്യാണങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസും അതൊക്കെ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതിനകത്തുള്ള പാട്ടൊക്കെ ആണെങ്കിലും ഇല്ലേ, വരികളൊക്കെ നല്ല അടിപൊളിയാണ്. എനിക്ക് പക സോങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ലാസ്റ്റ് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ പാട്ടും കൂടെ വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അതിന്റെ വരിയൊക്കെ നമുക്ക് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ടച്ച് ആവും. അത് ഭയങ്കരമായിട്ട് നല്ല പടമാണ്.
അപ്പോൾ ഈ വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.